ഹായ് ഫ്രണ്ട്സ്, നാടനടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ട വെച്ചൊരു അടിപൊളി വെറൈറ്റി കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് വേണ്ടുന്നതിനായിട്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് കഴുകിയെടുത്താണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തേങ്ങ വേണം, കുരുമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള, 2 തക്കാളി, ഒരു 5-6 പച്ചമുളക്, പെരുംജീരകം, 3 ഗ്രാമ്പു, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് വട്ടത്തിനരിഞ്ഞത്, കറിവേപ്പില. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യമുള്ളത്. പിന്നെ വേണ്ടത് ഉപ്പ്. അപ്പം നമുക്ക് ആദ്യം ഈ മുട്ട ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക് പൊടി ഇത്രയും കൂടിയിട്ട് തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം അത് ഒന്ന് പൊരിച്ചെടുക്കണം. മുട്ട പൊരിച്ച് എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ ആദ്യം മുട്ട പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ മുട്ട പൊരിക്കാനായിട്ട് എടുക്കാനുള്ള ഒരു പാത്രം എടുക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിനുശേഷം ആവശ്യത്തിനുള്ള കുരുമുളക് ചേർത്തു. ഇതേപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, കൊച്ചുള്ളി ഇത്രയും കൂടി ഇട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഇടേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ നമ്മളിതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട 3 എണ്ണവും കൂടി ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം കത്തിയൊന്നും കാണുന്നില്ല, ഇതേപോലെ അങ്ങ് പൊട്ടിച്ചൊഴിച്ചാൽ മതി. 3 മുട്ടയും നമുക്കതുപോലെ പൊട്ടിച്ചൊഴിക്കാം. അപ്പം അതിനുശേഷം ഈ മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഉപ്പ് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ കറിക്കകത്ത് ഉപ്പ് ചേർത്തല്ലേ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തവ എടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് വെച്ച് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം. മുട്ട പൊരിക്കാനായിട്ട് പാനൊക്കെ ഇവിടെ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ട പൊരിക്കാനുള്ളത് ഇതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നേരത്തെ കൊടുക്കാം. പച്ചമുളകൊക്കെ എല്ലാം ഒരേ സൈഡിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മുട്ട പൊരിച്ചത് ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പീസാക്കി എടുക്കണം. അപ്പോൾ അതൊരു ഒന്നെങ്കിൽ ഒരു കത്തി വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാൻ ഞാനിത് മുറിച്ചെടുക്കും. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് ഇട്ടതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പെരുംജീരകം, ഗ്രാമ്പു.
കൊടുത്തു. അടുത്തത് പച്ചമുളക്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഗ്രാമ്പു, പെരുംജീരകം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. മൊത്തം സവാള. അപ്പോൾ ഈ സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മാത്രം നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറി വരുമ്പോൾ വേണം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പച്ച മണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് വഴറ്റാം. അപ്പോൾ തക്കാളി ആക്കി കഴിഞ്ഞാൽ അത് പൊടിയായി കിട്ടത്തില്ല. നമ്മൾ വിചാരിക്കുന്ന അത്ര ആ പൊടിക്ക് ആ പച്ചമണം ഒന്ന് മാറി കിട്ടും. തക്കാളി അങ്ങ് വെള്ളമായിട്ട് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് ഇതിൻ്റെ ഗ്യാസ് പിടിച്ചിട്ട് ചുമക്കുന്നു. അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള. ഇവിടെ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനൊക്കെയുള്ള വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് കൊടുക്കാം. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നവരാരും അല്ലെന്നുണ്ടെങ്കിൽ ഒരു അഭിപ്രായവും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കൊള്ളത്തില്ല അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെ പാചകം ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണം, ഇതൊന്നും നിങ്ങൾ ആരും പറയുന്നില്ല എന്നോട്. അപ്പം നിങ്ങൾ പറയാതെ എനിക്കറിയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണെന്ന്. കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമായാൽ കൊള്ളത്തില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി. ഇത് തിളച്ച് നന്നായിട്ടൊന്ന് വന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് വരുന്നുണ്ട്, കണ്ടോ? അപ്പം ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെയുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.